This lecture is about FIR filter design using frequency sampling method. So FIR filter design using window method നമ്മൾ പഠിച്ചു. അതിൽ എന്താ ചെയ്യുന്നത് desired frequency response HT of e raised to j omega എടുത്തു. പിന്നെ അതിന്റെ എന്തെടുത്തു ഇൻവേഴ്സ് ഫ്യൂറിയർ ട്രാൻസ്ഫോം എടുത്തു. അപ്പോൾ നമുക്ക് HT of n കിട്ടി. ആ HT of n എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു. അതിനെ ഫൈനൈറ്റ് ആക്കാൻ വേണ്ടി HT of n നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? വിൻഡോ സീക്വൻസ് W of n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന H of n എന്ന് പറയുന്നത് ഫൈനൈറ്റ് ഇമ്പൾസ് റെസ്പോൺസ് ആയിരുന്നു. പിന്നെ H of n ന്റെ Z ട്രാൻസ്ഫോം എടുത്തു, H of Z കിട്ടി. ഇനി ഇവിടെ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചൂസ് എ ഡിസൈർഡ് ഫ്രീക്വൻസി റെസ്പോൺസ് HT of e raised to j omega. HT of e raised to j omega എടുക്കുന്നു. ഈ HT of e raised to j omega എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ഇവിടെ ഫ്രീക്വൻസി ഡൊമെയിനിൽ തന്നെ എന്ത് ചെയ്യാണ്? സാമ്പിളിംഗ് ചെയ്യാണ്. സാമ്പിൾ HT of e raised to j omega at n points by taking omega k is equal to 2 pi by n into k. HT of e raised to j omega നെ സാമ്പിൾ ചെയ്ത് n സാമ്പിൾസ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. മൊത്തം 2 pi റീജിയനെ നമ്മൾ n സാമ്പിൾസ് സെലക്ട് ചെയ്യുന്നു. സോ 2 pi by n അടുത്തടുത്ത സാമ്പിൾസിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 pi by n. കെയുടെ വാല്യൂ അവിടെ നിന്ന് മൊത്തം n സാമ്പിൾസ് ആണ്. സോ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to n minus 1. k is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാല്യൂ കിട്ടും. k is equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത നെക്സ്റ്റ് വാല്യൂ കിട്ടും. ഒമേഗ 1 കിട്ടും. k is equal to 2 കൊടുക്കുമ്പോൾ ഒമേഗ 2 is equal to 2 pi by n into 2. നെക്സ്റ്റ് വാല്യൂ കിട്ടും. അങ്ങനെ മൊത്തം എത്ര സാമ്പിൾസ് ഉണ്ട്? n സാമ്പിൾസ് ഉണ്ട്. k is equal to 0 to n minus 1 വരെ. സോ HT of e raised to j omega നെ സാമ്പിൾ ചെയ്ത് n സാമ്പിൾസ് എടുത്തു. സോ HT of e raised to j omega നെ സാമ്പിൾ ചെയ്ത് എന്താക്കി മാറ്റി? h of k ആക്കി മാറ്റി. ഇനി h of k ആക്കി മാറ്റി. സോ h of k യുടെ എന്തെടുക്കാണ്? നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇൻവേഴ്സ് DFT of h of k എടുക്കുന്നു. h of k യുടെ എന്തെടുക്കാണ്? ഇൻവേഴ്സ് DFT എടുക്കാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? h of n. ആ h of n എന്താണ്? ഫൈനൈറ്റ് ആണ്. കാര്യം സാമ്പിളിംഗ് കഴിഞ്ഞ് h of k എന്ന് പറഞ്ഞാൽ സാമ്പിൾഡ് വേർഷൻ ആണ്. സോ അതിന്റെ ഇൻവേഴ്സ് DFT എടുക്കുമ്പോൾ കിട്ടുന്ന h of n എന്തായിരിക്കും? ഫൈനൈറ്റ് ആയിരിക്കും. സോ സ്റ്റെപ്സ് എന്താണ്? ഫസ്റ്റ് HT of e raised to j omega നെ ചൂസ് ചെയ്യുന്നു. അതിനെ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ചെയ്തു HT of e raised to j omega നെ എന്താക്കി മാറ്റുന്നു? h of k ആക്കി മാറ്റുന്നു. അതിന് എന്ത് ചെയ്താൽ മതി? ഒമേഗയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? 2 pi by n into k സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പിന്നെ h of k ന്ന് അതിന്റെ ഇൻവേഴ്സ് DFT എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? h of n കിട്ടും. സോ h of k യുടെ ഇൻവേഴ്സ് DFT എടുത്താൽ എന്ത് കിട്ടും എന്ന് പറഞ്ഞു? h of n കിട്ടും എന്ന് പറഞ്ഞു. സോ h of n ന്റെ ഇക്വേഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. h of n ന്റെ ഇക്വേഷൻ ഫോർ when n is equal to odd, n ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ ഈ ഇക്വേഷൻ ആണ് എടുക്കേണ്ടത്. n ന്റെ വാല്യൂ ഈവൻ ആണെങ്കിൽ ഈ ഇക്വേഷൻ എടുക്കണം. n ന്റെ വാല്യൂ ഓഡ് ആണെങ്കിൽ h of n is equal to 1 by n h of 0 plus 2 into sigma k is equal to 1 to n minus 1 by 2. Real part of h of k into e raised to plus j 2 pi nk by n. When n is even, h of n is equal to 1 by n. എല്ലാ വാല്യൂ എക്സ്പ്രഷനും സെയിം തന്നെ. അതുകൊണ്ട് ഇവിടെ മാത്രമേ റേഞ്ചിലേ ഉള്ളൂ വ്യത്യാസം. ഇവിടെ n minus 1 the whole by 2 ആയിരുന്നു. ഇവിടെ എന്താണ്? n by 2 minus 1. ഇത് n is equal to odd ആണെങ്കിൽ ഇത് n is equal to even ആണെങ്കിലുള്ള എക്സ്പ്രഷൻ. h of n കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? Z ട്രാൻസ്ഫോം എടുക്കുക. എന്ത് കിട്ടും? h of z കിട്ടും. So ഒരു പ്രോബ്ലം നോക്കാം. ഡിസൈൻ ലോ പാസ് ഫിൽറ്റർ HT of e raised to j omega is equal to e raised to minus j3 omega 0 less than or equal to omega less than or equal to pi by 2. Pi by 2 to pi വരെ 0. n is equal to 7 using frequency sampling technique. ലോ പാസ് ഫിൽറ്റർ ആണ്. കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ് ഇവിടെ? pi by 2 ആണ്. നമ്മുടെ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് pi by 2 ആണ്. HT of e raised to j omega ഇവിടെ തന്നിട്ടുണ്ട്. തരാതെ വേണമെങ്കിൽ ലോ പാസ് ഫിൽറ്റർ വിത്ത് കട്ട് ഓഫ് ഫ്രീക്വൻസി pi by 2 and n is equal to 7 എന്ന് പറഞ്ഞിട്ടും തരാം. അപ്പൊ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ എന്ത് എഴുതണം? ഫ്രീക്വൻസി റെസ്പോൺസ് എഴുതണം. ഇതെന്ന് പറഞ്ഞാൽ e raised to minus j alpha omega. ആൽഫയുടെ വാല്യൂ ഇവിടെ എത്രയാണ്? 3. n is equal to 7. So alpha is equal to n minus 1 by 2. 7 minus 1 by 2 എന്ത് കിട്ടും? 3 കിട്ടും. സോ എന്ത് കിട്ടി? തന്നിട്ടുണ്ട് HT of e raised to j omega തന്നിട്ടുണ്ട്. ഇനി HT of e raised to j omega നെ നമുക്ക് എന്താക്കി മാറ്റണം? h of k ആക്കി മാറ്റണം. h of k ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഒമേഗയ്ക്ക് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2 pi by n into k കൊണ്ട് റീപ്ലേസ് ചെയ്യുക. അപ്പൊ ഇവിടുത്തെ ഉള്ള ഒമേഗയ്ക്ക് പകരം എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുക? 2 pi by n into k കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇനി ഇവിടുത്തെ റേഞ്ച് നമ്മൾ ഇൻ ടേംസ് ഓഫ് k യുടെ ടേംസിലാക്കണം. ഇവിടെ ഇപ്പൊ ഒമേഗയുടെ രീതിയിലാണ് കിടക്കുന്നത്. ഒമേഗ എന്ന് പറയുമ്പോൾ 0 to pi by 2 എന്ത് ചെയ്യുന്നു പറഞ്ഞു? പാസ് ചെയ്യും. pi by 2 to pi എന്ത് ചെയ്യില്ല? പാസ് ചെയ്യില്ല. അപ്പൊ 0 to pi by 2 എന്നുള്ളതിന് നമുക്ക് ഇതിനെ കെയുടെ റേഞ്ചിലോട്ട് ആക്കി മാറ്റണം.
കെയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരാണ് 0 to n minus 1 വരാണ്. കെയുടെ വാല്യൂ 0 to 6 വരാണ്. അപ്പൊ കെയുടെ വാല്യൂ 0 1 2 3 4 5 6 ഇത്രയും വാല്യൂസ് ആണുള്ളത്. അതിൽ ഏതൊക്കെ പാസ് ബാൻഡിൽ വരും ഏതൊക്കെ സ്റ്റോപ്പ് ബാൻഡിൽ വരും എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. സോ കെയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു 0 to n minus 1 ആണ്. സോ കെയുടെ വാല്യൂ 0 to 6 വരാണ്. അപ്പൊ ഇതിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് പാസ് ബാൻഡിൽ വരിക ഏതൊക്കെയാണ് സ്റ്റോപ്പ് ബാൻഡിൽ വരിക എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് 0 to pi by 2 വരെ എന്ത് ചെയ്യും പാസ് ചെയ്യും. 0 to pi by 2 വരെ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് pi by 2 to pi വരെ എന്ത് ചെയ്യില്ല പാസ് ചെയ്യില്ല. സോ pi by 2 to pi വരെ പാസ് ചെയ്യില്ല. 0 to pi by 2 പാസ് ചെയ്യും. പിന്നെ 0 to നമുക്കറിയാം സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് 0 to pi by 2 പാസ് ചെയ്യുമെങ്കിൽ എവിടെയും പാസ് ചെയ്യും 270 degree to 360 degree പാസ് ചെയ്യും. ഇവിടെ 0 to 90 degree പാസ് ചെയ്യും എങ്കിൽ അങ്ങനെയാണെങ്കിൽ സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് 270 to എവിടെ വരെയും പാസ് ചെയ്യും 360 degree വരെയും പാസ് ചെയ്യും. ഇത് നോക്കിയാൽ മതി 360 minus 90 degree എന്ത് കിട്ടും 270 degree കിട്ടും. ഇവിടെ 0 അല്ലേ അപ്പൊ 360 minus 0 360. അപ്പൊ സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ മൊത്തം കൺസിഡർ ചെയ്യുന്ന 0 to 2 pi അല്ലെങ്കിൽ 0 to 360 degree അതിൽ 0 to pi by 2 പാസ് ചെയ്യും. പിന്നെ pi by 2 to pi എന്ത് ചെയ്യില്ല പാസ് ചെയ്യില്ല. അപ്പൊ സിമെട്രി കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ പിന്നെ എന്താണ് ഇവിടെ pi തൊട്ട് 180 degree to 270 degree പാസ് ചെയ്യില്ല. 270 degree തൊട്ട് 360 degree വരെ വീണ്ടും എന്ത് ചെയ്യും പാസ് ചെയ്യും. ഇനി കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇതിൽ കെ എവിടെയാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് സോ തീറ്റ കെ is equal to 360 degree by n into k. 360 ഡിഗ്രിയുടെ മൊത്തം n സാമ്പിൾസ് എടുക്കാം. സോ 360 degree by n into k. k is equal to 0 കൊടുക്കുമ്പോൾ എന്ത് തന്നെ കിട്ടും ഒമേഗ is equal to 0. സോ k is equal to 0 ഈ പോയിന്റ് തന്നെ. k is equal to 1 കൊടുക്കുമ്പോൾ theta 1 is equal to 360 degree by n ന്റെ വാല്യൂ 7 into 1 എത്ര കിട്ടും നിങ്ങൾക്ക് 51.42 എന്ന് കിട്ടും. ഇതിൽ k is equal to 2 കൊടുക്കുമ്പോഴത്തേക്ക് 102.8 degree എന്ന് കിട്ടും. അടുത്ത 154.26 degree. k is equal to 4 കൊടുത്തപ്പോൾ 205.68 degree. ഇവിടെ 257.1 degree അടുത്ത 308.52 degree. അപ്പം 0 to ഇവിടെ ഈ ഇക്വേഷനിൽ k is equal to 0 to എവിടെ വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക 6 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കറിയാം ഇതിനകത്ത് 0 to pi by 2 വരെ പാസ് ചെയ്യും അല്ലെങ്കിൽ 0 to 90 degree വരെ പാസ് ചെയ്യും. അപ്പൊ 0ക്കും 90 ഡിഗ്രിക്കും ഇൻ ബിറ്റ്വീൻ ഉള്ള വാല്യൂസ് ഏതൊക്കെയാണുള്ളത് 51.42 മാത്രമേ ഉള്ളൂ. 0യും ഉണ്ട് പിന്നെ 51.42 ഉണ്ട്. ഇത് 90ക്ക് പുറത്താണ് 10.2. അപ്പൊ ഇതെന്ത് ചെയ്യില്ല പാസ് ചെയ്യില്ല. അപ്പൊ k equal to 0യും പാസ് ചെയ്യും k equal to 1ഉം പാസ് ചെയ്യും. k is equal to 0യും പാസ് ചെയ്യും k equal to 1ഉം പാസ് ചെയ്യും. കാര്യം ഇത് രണ്ടും 0ക്കും 90 ഡിഗ്രിക്കും ഇടയ്ക്കുള്ള പോയിന്റ്സ് ആണ്. അപ്പം 0യും പാസ് ചെയ്യും 1ഉം പാസ് ചെയ്യും. ഇനി അതുപോലെ പാസ് ചെയ്യുന്നത് ഏത് റീജിയൻ ആണ് 270 to 360 ഡിഗ്രി വരെയുള്ള പോയിന്റ്സ്. 270 to 360 ഡിഗ്രി വരെയുള്ള പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ആര് മാത്രമേ ഉള്ളൂ 270ക്കും 360ക്കും ഇടയ്ക്ക് ആര് മാത്രമേ ഉള്ളൂ k is equal to 6 308 ഈ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാണ് പാസ് ചെയ്യുന്ന പോയിന്റ്സ് 0യും 1ഉം 6ഉം പാസ് ചെയ്യും. ബാക്കി പോയിന്റ്സ് അതായത് 2 3 4 5 ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യില്ല സ്റ്റോപ്പ് ബാൻഡിലാണ് വരുന്നത്. പാസ് ബാൻഡിൽ വരുന്ന ആരൊക്കെയാണ് 0യും 1ഉം 6ഉം വരും. ബാക്കി പോയിന്റ്സ് 2 3 4 5 എവിടെ വരാ സ്റ്റോപ്പ് ബാൻഡിലാ വരാ. എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത് 0 to pi by 2 പാസ് ചെയ്യുന്ന പറഞ്ഞു അതായത് 0 to 90 degree പാസ് ചെയ്യും. സോ സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം 270 to 360 degree എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു പാസ് ചെയ്യും. സോ അതിൽ വരുന്ന പോയിന്റ്സിനെ മാത്രം കണ്ടുപിടിക്കുക. അപ്പൊ തീറ്റയുടെ വാല്യൂ കെക്ക് പകരം 0 to 6 വരെ ഇട്ട് കൊടുത്ത് തീറ്റയുടെ എല്ലാ വാല്യൂസും കണ്ടുപിടിക്കുക. 0 to 90ക്കും ഇടയ്ക്ക് ഇവിടെ 0ക്കും 90ക്കും ഇടയ്ക്കായിട്ട് വരുന്നത് 0യും ഉണ്ട് ഈ 51 പോയിന്റ്. അപ്പം k is equal to 1 ഉണ്ട്. പിന്നെ 270ക്കും 360ക്കും ഇടയ്ക്ക് ദാണ്ട് ഇവിടെ ഒരു വാല്യൂ ഉള്ളൂ k is equal to 6. അപ്പം 3 വാല്യൂസ് പാസ് ചെയ്യും. ബാക്കി എല്ലാ വാല്യൂസും എന്താ വരുന്നത് സ്റ്റോപ്പ് ബാൻഡിലാ വരുന്നത്. സോ h of k നമുക്ക് എങ്ങനെ എഴുതാം e raised to minus j alpha. ആൽഫയുടെ വാല്യൂ ഇവിടെ 3 ഒമേഗ. ഒമേഗയ്ക്ക് പകരം എന്തുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം 2 pi by n into k കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 2 pi by n ഇവിടെ 7 into k. കെയുടെ റീജിയൻ ഏതൊക്കെയാണ് പാസ് ചെയ്യുന്ന വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 1 6. ബാക്കി എല്ലായിടും എന്താണ് 0 ആണ്. ഇനി h of k നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. സോ e raised to minus j 3 into 2 6 pi k by 7 k is equal to 0 1 6 2 3 4 5 അതെന്താണ് വാല്യൂ 0 ആണ്. ഇനി n ന്റെ വാല്യൂ ഏതാണ് n ന്റെ വാല്യൂ 7 ആണ്. സോ n ന്റെ വാല്യൂ ഓഡ് ആണ്. ഓഡിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതി h of n ന്റെ ഓഡിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതി. ഇതിനകത്ത് ക്യാപിറ്റൽ n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു 1/7. h of 0 എന്താണ് k is equal to 0 ആണ്. h of 0 means h of
k is equal to 0. K is equal to 0 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത k is equal to 0 ൽ ഇതാണ് എക്സ്പ്രഷൻ. ഇതിൽ k is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത e raised to 0 എന്ന് പറഞ്ഞു വരും. e raised to 0 എന്താണ്? 1 ആണ്. അപ്പോൾ h of 0 is equal to 1 plus 2 into sigma k is equal to 1 to n minus 1 by 2. n is 7, 7 minus 1 by 2, 6 by 2, 3. k is equal to 1 to 3, real part of h of k expression എന്താണ്? e raised to minus j 6 pi k by 7 into e raised to plus j 2 pi k n by 7 is equal to 1 by 7, 1 plus 2, sigma k is equal to 1 to 3, real part of. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതി എന്ത് കിട്ടും? e raised to j 2 pi k by 7 കോമൺ ആയിട്ട് പുറത്തെടുത്തു. e raised to plus j 2 pi k by 7. സോ ഇതിൽ ബാലൻസ് n ഉണ്ട്. ഇതിൽ ബാലൻസ് e raised to plus j 2 pi k by 7 എടുത്തു കഴിയുമ്പോൾ ഇതിൽ ബാലൻസ് -3 വരും. സോ എന്ത് എഴുതാം? e raised to plus j 2 pi k by 7 into n minus 3 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇവിടെ നമുക്ക് നോക്കി അറിയാം k യുടെ വാല്യൂ 1 to 3 വരാണ്. k യുടെ വാല്യൂ 1 to 3 വരെ എന്ന് പറയുമ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിയാൽ 1 to 3 ല് ഏതൊക്കെ മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 2 ഉം 3 ഉം എല്ലാം എന്തായി പോയിരിക്കുകയാണ്? 2 ഉം 3 ഉം എല്ലാം 0 ആയി പോയിരിക്കുകയാണ്. k യുടെ വാല്യൂ 1 to 3 ല് k is equal to 1 മാത്രമേ വരുന്നുള്ളൂ. 2 ഉം 3 ഉം എന്താണ്? 0 ആണ്. അപ്പോൾ k യുടെ വാല്യൂ എന്ത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? നമ്മൾ 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും ഇതിനകത്ത്. സോ ഇവിടെ k യുടെ വാല്യൂ 1 to 3 ൽ എന്ത് മാത്രം മതി എന്ന് പറഞ്ഞാൽ 2 ഉം 3 0 ആയിട്ട് k is equal to 1 മാത്രം മതി. ഇനി റിയൽ പാർട്ട് ഓഫ് e raised to plus j 2 pi k by 7 into n minus 3. നമുക്കറിയാം e raised to j theta എന്ന് പറഞ്ഞാൽ എന്താണ്? cos theta plus j sin theta. e raised to j theta എന്ന് പറയുമ്പോൾ cos theta plus j sin theta. അതിൽ cos theta എന്ന് പറയുന്നതാണ് റിയൽ പാർട്ട്, sin theta എന്ന് പറയുന്നതാണ് ഇമാജിനറി പാർട്ട്. സോ റിയൽ പാർട്ട് അപ്പോൾ e raised to j theta, തീറ്റയ്ക്ക് വരെ ഇവിടെ എന്താ ഉള്ളത്? 2 pi k by 7 into n minus 3. അപ്പോൾ ഇതിന്റെ റിയൽ പാർട്ട് ഏതാ വരെ? cos theta, cos of ഈ പാർട്ട്. സോ cos of 2 pi k by 7 into n minus 3. ഇനി ഇവിടെ k is equal to എന്ത് മാത്രം മതി? ഒരൊറ്റ വാല്യൂ ഉള്ളൂ. 1 മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2 ഉം 3 0 ആയതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 plus 2 cos 2 pi k യുടെ വാല്യൂ 1. സോ ബൈ 7 into n minus 3. h of n ന്റെ എക്സ്പ്രഷൻ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി സ്മോൾ n ന്റെ വാല്യൂ എന്ത് ചെയ്യാം? മൊത്തം എത്ര ഫിൽട്ടർ കോഎഫിഷ്യൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? n ന്റെ വാല്യൂ 7 ആണ്. മൊത്തം 7 ഫിൽട്ടർ കോഎഫിഷ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് n ന്റെ വാല്യൂ 0 to 6 വരെ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ കിട്ടിയ h of n ൽ n ന്റെ വാല്യൂ 0 to 6 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് മൊത്തം 7 സാമ്പിൾസ് 7 ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം 7 കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആൽഫയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്. സോ 3 വരെ കണ്ടുപിടിച്ചാൽ മതി. h of 0 തൊട്ട് h of 3 വരെ കണ്ടുപിടിച്ചാൽ മതി. കാര്യം h of 0യും h of 6 സെയിം ആയിരിക്കും. h of 1ഉം h of 5ഉം സെയിം ആയിരിക്കും. h of 2ഉം h of 4ഉം സെയിം ആയിരിക്കും. പിന്നെ നടുക്ക് h of 3 ഉണ്ട്. അപ്പോൾ 0 to 3 വരെ കണ്ടുപിടിച്ചാൽ മതി. സോ ഇതിനകത്ത് n is equal to 0 ഇടുമ്പോൾ h of 0 is equal to 1 by 7, 1 plus 2 cos 2 pi by 7, 0 minus 3. നിങ്ങൾക്ക് h of 0 is equal to എന്ത് കിട്ടി? -0.1145 എന്ന് പറഞ്ഞിട്ട്. ഇതും h of 0യും h of 6ന്റെ വാല്യൂം എന്തായിരിക്കും? സെയിം. സോ ഇതുപോലെ കോമൺ എക്സ്പ്രഷനിൽ n is equal to 1 കൊടുക്കുക, n is equal to 2 കൊടുക്കുക, n is equal to 3 വരെ കൊടുക്കുക. പിന്നെ 4, 5, 6 നമ്മൾ എന്ത് ചെയ്യേണ്ട? കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. സോ 4, 5, 6 കണ്ടുപിടിക്കേണ്ട കാര്യം h of 0 is equal to h of 6, h of 1 is equal to h of 5, h of 2 is equal to h of 4, നടുക്കാറുണ്ട് h of 3 ഉണ്ട്. സോ വാല്യൂസ് എല്ലാം ആയിട്ടുണ്ട്, ഫിൽട്ടർ കോഎഫിഷ്യൻസ് എല്ലാം ആയിട്ടുണ്ട്. h of z കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ z ട്രാൻസ്ഫോം എടുക്കുക. h of n z raised to -n. സോ ഈ വാല്യൂസ് h of n ന്റെ ഇപ്പൊ കിട്ടിയ ഈ 6 വാല്യൂസ് എന്ത് ചെയ്ത് കൊടുക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? h of z കിട്ടും. So next question, determine the coefficients h of n of a linear phase FIR filter of length n is equal to 15, has a symmetric unit sample response and a frequency response that satisfies the condition h of 2 pi k by 15 is equal to 14 k is equal to 0, 1, 2, 3, 04 k is equal to 4, 5, 6, 7. കഴിഞ്ഞ ക്വസ്റ്റ്യനും ഈ ക്വസ്റ്റ്യനും രണ്ടും K2ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. K2ന് ചോദിച്ചപ്പോൾ ഇവിടെ k is equal to 4. ഇവിടെ ഇതിലൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. സോ രണ്ട് ക്വസ്റ്റ്യൻസും K2ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ പാസ് ചെയ്യുന്ന റീജിയൻ അവർ തന്നെ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കെയുടെ വാല്യൂ നമ്മളായിട്ട് കണ്ടുപിടിക്കേണ്ട, അവർ തന്നെ തന്നിട്ടുണ്ട്. 0 to 3 എന്ത് ചെയ്യും? കെയുടെ 0 to 3 വരെ ഉള്ളത് പാസ് ബാൻഡിലാണ് വരുന്നത്. സ്റ്റോപ്പ് ബാൻഡിൽ വരുന്നത് 4, 5, 6, 7. പക്ഷെ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് n is equal to 15 ആണ്.
n is equal to 15 എന്ന് പറയുമ്പോൾ 0 to 14 വരെ, അതായത് h of 0 തൊട്ട് h of 14 വരെ നമ്മൾ k യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to n minus 1, k യുടെ വാല്യൂ 0 to 14 വരെ നമുക്ക് വേണം. പക്ഷേ നമ്മളുടെ ഇക്വേഷൻ നോക്കുമ്പോൾ നമുക്ക് അറിയാം നമുക്ക് 0 to 7 വരെയുള്ള ആവശ്യമേ വേണ്ടി വരത്തുള്ളൂ. അതുകൊണ്ട് ഇത്രയും തന്നെ തന്നാൽ നമുക്ക് മതിയാവും, ബാക്കി കണ്ടുപിടിച്ചില്ലെങ്കിൽ സാരമില്ല. So k is equal to 0 to 3 എന്താണ്? 0, 1, 2, 3 പാസ് ബാൻഡിലാണ്. 4, 5, 6, 7 എവിടാന്ന് പറഞ്ഞു? സ്റ്റോപ്പ് ബാൻഡിലാന്ന് പറഞ്ഞു. ഇനി നമ്മൾ h of k യുടെ എക്സ്പ്രഷൻ എഴുതാം. h of k യുടെ എക്സ്പ്രഷൻ 1 into മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ പാസ് ചെയ്യുന്നിടത്ത് 1 into e raised to minus j alpha omega k അല്ലേ നമ്മൾ എഴുതാം. സോ e raised to minus j alpha omega k ക്ക് പകരം എന്ത് എഴുതാം? 2 pi by n into k. പാസ് ചെയ്യുന്ന റീജിയനിൽ. പാസ് ചെയ്യാത്തതെടുത്ത് എന്ത് വരും? 0 into എന്ന് പറഞ്ഞു വരും. സോ ഈ വാല്യൂ എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ 1 into e raised to minus j, ആൽഫയുടെ വാല്യൂ n ന്റെ വാല്യൂ 15 ആണ്. സോ ആൽഫയുടെ വാല്യൂ n minus 1 by 2. 15 minus 1 by 2, 14 by 2 എന്ത് കിട്ടും? 7. e raised to minus j 7 into 2 pi by n, 2 pi by 15 into k. k is equal to 0, 1, 2, 3. സോ ഇത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to minus j 14 by 15 pi k, where k is equal to 0, 1, 2, 3. So 0, 1, 2, 3 പാസ് ചെയ്യുന്നു. 4, 5, 6, 7 എന്താണ്? 0. അപ്പൊ h of k നമുക്ക് കിട്ടി. h of k കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ k യുടെ റീജിയൻ ഒരു തന്നിട്ടുണ്ട്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട വേറെ പ്രത്യേകിച്ച്. സോ h of k കിട്ടി. h of k കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യാം? h of n കണ്ടുപിടിക്കാം. സോ h of k കിട്ടിയിട്ടുണ്ട്. സോ h of k എന്ത് കണ്ടുപിടിക്കാം? h of n. h of n ന്റെ n is equal to odd ആണ്. സോ ഓഡിന്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ എഴുതി. എന്നിട്ട് n ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by n, 1 by 15. h of 0, h of 0 യുടെ വാല്യൂ കണ്ടുപിടിക്കണം. k is equal to 0 പാസ് ബാൻഡിലാണ് ഉള്ളത്. സോ ചില സമയം k is equal to 0 പാസ് ബാൻഡിൽ ആവില്ല, അത് ശ്രദ്ധിച്ചോണം. സോ h of 0, k is equal to 0 പാസ് ബാൻഡിലാണ്. അപ്പൊ എന്ത് വരും? k is equal to 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ e raised to 0 എന്ത് വരും? 1 വരും. So 1 plus 2 sigma k is equal to 1 to 15 minus 1 by 2, k is equal to 1 to 7. ഇതാണ് ഇവിടെ പറഞ്ഞത്. k യുടെ വാല്യൂ നമുക്ക് പകുതി മതിയാവും. k 0 to 7 വരെ മതിയാവും. So 1 to 7. റിയൽ പാർട്ട് ഓഫ് h of k യുടെ എക്സ്പ്രഷൻ എന്താണ്? e raised to minus j 14 by 15 pi k into e raised to plus j 2 pi n k by n 50. സോ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് എഴുതുമ്പോൾ e raised to minus j 2 pi k by 15 ആണ് ഇവിടെ ഞാൻ പുറത്തെടുത്തത്. e raised to minus j 2 pi k by 15. അപ്പൊ ഇവിടെ എന്ത് വരും? 7 വരും. ഇവിടെ എന്ത് വരും? minus n വരും. ഇത് തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അതായത് e raised to plus j 2 pi k by 15 ആണെങ്കിൽ ഇവിടെ എങ്ങനെ വരും? n minus 7 എന്നും പറഞ്ഞു വരും. സോ രണ്ട് രീതിയിലും എഴുതാം. ഇനി ഇതിന്റെ എന്താണ്? ഇതിന്റെ റിയൽ പാർട്ട് ആണ്. ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ എന്ത് വരും? e raised to minus j theta. e raised to minus j theta ആണെങ്കിലും e raised to plus j theta ആണെങ്കിലും റിയൽ പാർട്ട് എന്ത് തന്നെ വരിക? cos theta തന്നെ വരിക. സോ റിയൽ പാർട്ട് cos theta. തീറ്റയ്ക്ക് പകരം എന്താ വരുന്നത്? e raised to minus j theta ആണെങ്കിൽ cos theta minus j sin theta എന്നേ ഉള്ളൂ. e raised to minus j theta ആണെങ്കിലും e raised to plus j theta ആണെങ്കിലും റിയൽ പാർട്ട് എന്താണ്? cos theta തന്നെയാണ്. സോ cos of 2 pi k by 15 into 7 minus n എന്ന് പറഞ്ഞു വരും. So ഇവിടെ 1 by 15 into 1 plus 2 into sigma k is equal to 1 to 3. 1 to 7, 1 to 3 ആയത് എന്തുകൊണ്ടാണ്? 0 to 3 വരെ പാസ് ബാൻഡിലുള്ളൂ. അതുകൊണ്ടാണ് 1 to 3 വരെ മാത്രം കൺസിഡർ ചെയ്തത്. cos 2 pi k into 7 minus n by 15. ഇനി k യുടെ വാല്യൂ 1 to 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 1 by 15, 1 plus 2 into k യുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ 2 pi. സോ 2 cos 2 pi into 7 minus n by 15 plus k യുടെ വാല്യൂ 2 കൊടുക്കുമ്പോൾ ഇത് എന്തായിട്ട് മാറും? 4 pi ആയിട്ട് വരും. സോ 2 cos 4 pi into 7 minus n by 15 plus k യുടെ വാല്യൂ 3 കൊടുക്കുമ്പോൾ 6 pi. സോ 2 cos 6 pi into 7 minus n by 15. സോ h of n ന്റെ വാല്യൂ കിട്ടി. ഇനി h of n ൽ മൊത്തം എത്ര ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം? n is equal to 15 ആണ്. സോ മൊത്തം 15 ഫിൽട്ടർ കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കണം. അപ്പൊ n ന്റെ വാല്യൂ 0 to 14 വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പക്ഷെ സിമെട്രി കണ്ടീഷൻ വെച്ചിട്ട് ഇവിടെ ആൽഫയുടെ വാല്യൂ 7 ആണ്. അപ്പം h of 0 തൊട്ട് എവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി? h of 7 വരെ കണ്ടുപിടിച്ചാൽ മതി. ബാക്കി നമുക്ക് ഇക്വേറ്റ് ചെയ്തെടുക്കാം. h of 0 കണ്ടുപിടിക്കാൻ n ന് വരെ 0 കൊടുക്കാം. h of 1 കണ്ടുപിടിക്കാനായിട്ട് n ന് വരെ 1 കൊടുക്കുക. h of 2 കണ്ടുപിടിക്കാൻ n ന് വരെ എന്ത് കൊടുക്കുക? 2 കൊടുക്കുക. ആ രീതിയിൽ കണ്ടുപിടിച്ച് എവിടെ വരെ കണ്ടുപിടിക്കണം? h of 7 വരെ കണ്ടുപിടിക്കണം. n ന് 7 കൊടുക്കുക. h of 7 വരെ കണ്ടുപിടിക്കണം. പിന്നെ നമുക്ക് എന്ത് എഴുതാം? h of 0, h of 14 ഈക്വൽ, h of 1 13 ഈക്വൽ, 2 12 ഈക്വൽ, 3 11 ഈക്വൽ, 4 10 ഈക്വൽ, 5 9 ഈക്വൽ, 6 8 ഈക്വൽ, പിന്നെ എന്തുണ്ട്? h of 7. അപ്പൊ മൊത്തം 0 to 6 വരെ n ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ബാക്കി ഇക്വേറ്റ് ചെയ്തെടുത്താൽ മതി.
next question, using frequency sampling method, design a bandpass filter with the following specification. Sampling frequency fs is equal to 8000 Hz, cutoff frequency fc1 is equal to 1000 Hz, fc2 is equal to 3000 Hz. അപ്പോൾ ബാൻഡ് പാസ് ഫിൽട്ടർ ആണ്. അപ്പോൾ 1000 Hz തൊട്ട് 3000 Hz വരെ അത് എന്ത് ചെയ്യും, പാസ് ചെയ്യും. സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഡിറ്റർമിൻ ദ ഫിൽട്ടർ കോഎഫിഷ്യൻസ് ഫോർ n is equal to 7. ഇവിടെ നോക്കുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി തന്നു, കട്ട് ഓഫ് ഫ്രീക്വൻസീസ് തന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് എല്ലാം ഹെഡ്സിലാണ് കിടക്കുന്നത്. സോ അതിനാദ്യം എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, നമുക്ക് റേഡിയൻ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ ഇവിടെ n is equal to 7 ആണ്. സോ ആൽഫ is equal to n minus 1/2, 7 minus 1/2 is equal to 3, സെൻട്രോസിമെട്രി. ഇനി കട്ട് ഓഫ് ഫ്രീക്വൻസീസ് fc1 fc2 ആണ്. അതിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, റേഡിയൻ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ റേഡിയൻ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യുക, 2π into fc/fs, സാമ്പിളിംഗ് കട്ട് ഓഫ് ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എന്താണ്, സാമ്പിളിംഗ് ഫ്രീക്വൻസി. ഇപ്പൊ 2π into fc1 എത്രയായിരുന്നു, 1000 Hz ഡിവൈഡഡ് ബൈ സാമ്പിളിംഗ് ഫ്രീക്വൻസി 8000 Hz. അപ്പൊ നമുക്ക് ഒമേഗ c1 is equal to π/4 റേഡിയൻ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞ് കിട്ടും. അടുത്ത കട്ട് ഓഫ് ഫ്രീക്വൻസി എത്രയാണ്, അടുത്തത് കണ്ടുപിടിക്കാനായിട്ട് 2π into fc2/fs. സോ 2π into 3000/8000. സോ നമുക്ക് എന്ത് കിട്ടും, 3π/4 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഒമേഗ c2 രണ്ടിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്തു. സോ ഇപ്പൊ നമുക്ക് റേഞ്ച് കിട്ടിയിട്ടുണ്ട്. സോ എവിടെ തൊട്ട് എവിടെ വരെ പാസ് ചെയ്യും, π/4 തൊട്ട് 3π/4 വരെ പാസ് ചെയ്യും. സോ പാസ് ചെയ്യുന്ന റീജിയൻ ഏതാണ്, π/4 to 3π/4. π/4 to 3π/4 ഏത് റീജിയനിൽ വരുന്ന പാസ് ബാൻഡിൽ വരും. സോ കെയുടെ വാല്യൂസ് എങ്ങനെയാണ്, n is equal to 7 ആണ്. സോ കെയുടെ വാല്യൂ 0 to 6 വരാണുള്ളത്. സോ ഏതൊക്കെ കെയുടെ വാല്യൂസ് പാസ് ബാൻഡിൽ ഒരു സ്റ്റോപ്പ് ബാൻഡിൽ വരണമെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇപ്പൊ നമുക്കറിയാം π/4 to 3π/4 എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു, പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. π/4 എന്ന് പറയുമ്പോൾ 45 ഡിഗ്രി, 45 ഡിഗ്രി ടു 3π/4 എന്ന് പറയുമ്പോൾ 135 ഡിഗ്രി. സോ π/4 45 ഡിഗ്രി ടു 135 ഡിഗ്രി എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇതെന്ന് പറയുന്നത് 0 to π വരെ, 0 to 180 ഡിഗ്രി വരെയുള്ള കാര്യം. ഇനി 180 to 360 ആണെങ്കിൽ ഇതുപോലെ സിമെട്രിക്കൽ ആയിട്ട് പാസ് ചെയ്യും. അതായത് 135 അല്ലേ, അപ്പൊ 360 minus 135 എന്ന് പറയുമ്പോൾ 225. അതുപോലെ തന്നെ 360 minus 45 എന്ന് പറയുമ്പോൾ എത്രയാണ്, 315 ഡിഗ്രി. അപ്പം 225 to 315 ഡിഗ്രി പാസ് ചെയ്യും. π/4 to 3π/4 നമുക്കിപ്പോൾ കിട്ടി. സോ 45 ഡിഗ്രി തൊട്ട് 135 ഡിഗ്രി വരെ പാസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സിമെട്രിക്കൽ ആയിട്ട് എങ്ങനെയാണ്, 225 to 315 ഡിഗ്രിയും എന്ത് ചെയ്യും, പാസ് ചെയ്യും. അപ്പൊ ഇതിൽ വരുന്ന കെയുടെ വാല്യൂസ് എല്ലാം പാസ് ബാൻഡിൽ വരും, ബാക്കിയൊക്കെ എന്തിൽ വരും, സ്റ്റോപ്പ് ബാൻഡിൽ വരും. അപ്പൊ കെയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം, കെക്ക് കറസ്പോണ്ടിങ് തീറ്റയുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. കെക്ക് ഇതിൽ 0 കൊടുക്കുമ്പോൾ ഇവിടെ തന്നെ വരും ഈ പോയിന്റ്. ഇപ്പൊ ഈ പോയിന്റ് നമുക്ക് നോക്കി അറിയാം, k is equal to 0 പാസ് ബാൻഡിലല്ല വരുന്നത്. k is equal to 0 എന്തിലാ വരുന്നത്, സ്റ്റോപ്പ് ബാൻഡിലാണ് വരുന്നത്. കാര്യം പാസ് ബാൻഡ് ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളൂ, ഇവിടെ തൊട്ട് ഇവിടം വരെ ഉള്ളൂ. സോ k is equal to 0 ഏതിലാണ് വരുന്നത്, സ്റ്റോപ്പ് ബാൻഡിൽ. k is equal to 1 കൊടുത്തു, 51.4 ഡിഗ്രി. അപ്പൊ 45 ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. അപ്പൊ k is equal to 1 എന്തിൽ വന്നു, പാസ് ബാൻഡിൽ വന്നു. k is equal to 0 2 കൊടുത്തപ്പോ 102 പോയിന്റ്. അപ്പൊ അതും എന്തിലാ, 135നകത്ത്. സോ ഇതും k is equal to 2 എന്തിൽ വന്നു, പാസ് ബാൻഡിൽ വന്നു. k is equal to 3 154 ആണ്, 135ന് പുറത്താണ്, 225 ഇതിന് ഇൻ ബിറ്റ്വീനിലാണ് k is equal to 3യും വരുന്നത്, k is equal to 4ഉം വരുന്നത്, ഈ രണ്ട് വാല്യൂസും. സോ ഇത് രണ്ടും എന്തിലാ വരുന്നത്, സ്റ്റോപ്പ് ബാൻഡിലാണ്, 3ഉം 4ഉം. 5 257 ആണ്. സോ ഇതിനകത്ത് പാസ് ബാൻഡിലാ വരിക. 308ഉം. സോ ഇതും എന്തിലാ വരിക, പാസ് ബാൻഡിലാ വരിക. സോ മൊത്തം 0 to 6ല് 0 സ്റ്റോപ്പ് ബാൻഡില്, 1ഉം 2 പാസ് ബാൻഡില്, 3ഉം 4ഉം എന്തിലാ, 3ഉം 4ഉം സ്റ്റോപ്പ് ബാൻഡില്, 5ഉം 6ഉം എന്തിലാ വരിക, പാസ് ബാൻഡില്. സോ മൊത്തം പാസ് ബാൻഡിൽ ആരൊക്കെ വരും, 1ഉം 2ഉം 5ഉം 6ഉം, സ്റ്റോപ്പ് ബാൻഡില് 0ഉം 3ഉം 4ഉം വരും. സോ h of k യുടെ വാല്യൂ എഴുതാം. h of k is equal to പാസ് ചെയ്യുന്ന റീജിയനിൽ e raised to minus j alpha omega k. സോ e raised to minus j ആൽഫയുടെ വാല്യൂ ഇവിടെ 3 ആണ്. ആൽഫ n minus 1/2, 7 minus 1/2. സോ ആൽഫയുടെ വാല്യൂ 3. ഒമേഗ k എന്താണ്, 2π/7 into k. സോ 2π/n into k. അതിൽ സോ 2π/7 into k. പാസ് ചെയ്യുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു, 1ഉം 2ഉം 5ഉം 6ഉം. ബാക്കി 0 3 4ൽ പാസ് ചെയ്യില്ല. സോ അവിടെ എന്താണ്, 0. അപ്പൊ എന്തെഴുതാം, ഇവിടെ എന്തെഴുതാം, e raised to minus j 6πk/7 for k is equal to 1256 04 k is equal to 034.
So common expression എഴുതി h of n is equal to 1 by n, h of 0 plus 2 into sigma k is equal to 1 to n minus 1 by 2 real part of h of k raised to plus t 2 pi k n by n. ഇവിടെ n is equal to 7 ആണ് 1 by n. h of 0 എടുക്കുക. h of 0 എടുക്കുമ്പോൾ k is equal to 0. നമുക്കറിയാം k is equal to 0 പാസ് ബാൻഡിലല്ല വരുന്നത്. അപ്പോൾ h of 0 എന്തായി പോവും? 0 ആയി പോവും. k is equal to 0 പാസ് ബാൻഡിൽ അല്ലാത്തതുകൊണ്ട് h of 0 0 ആയി പോയി. 2 into sigma k is equal to 1 to എവിടെ വരാ 1 to 3 റിയൽ പാർട്ട് ഓഫ് e raised to minus h of k യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് e raised to minus j 6 pi k by 7 e raised to plus j 2 pi k n by 7. ഇനി ഇവിടെയും 1 to 3 ല് പാസ് ബാൻഡിൽ ഏതൊക്കെയാ വരിക? 1 to 5 6 1 to 3 ല് അപ്പൊ 1 ഉം 2 മാത്രമേ വരുള്ളൂ, 3 വരില്ല. അപ്പൊ 3 നെ നമുക്ക് അവോയ്ഡ് ചെയ്യാം, പാസ് ബാൻഡിൽ വരാത്തതുകൊണ്ട്. സോ 1 to 2 ആക്കി മാറ്റി. റിയൽ പാർട്ട് ഓഫ് ഇതിനെ രണ്ടിനെ ഒരുമിച്ച് എഴുതി e raised to plus j 2 pi k ബ്രാക്കറ്റിൽ എന്ത് വരും? n minus 3 by 7. ഇനി ഇതിന്റെ റിയൽ പാർട്ട് എന്ന് പറയുമ്പോൾ cos തീറ്റ. അപ്പൊ എന്ത് വരും? cos of 2 pi k into n minus 3 by 7 എന്നും പറഞ്ഞ് വരും. ഇനി ഇവിടെ 1 ഉം 2 k യുടെ വാല്യൂ 1 ഉം 2 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 1 by 7 2 into കോസിന്റെ വാല്യൂ കോസിൽ k യുടെ വാല്യൂ 1 കൊടുക്കുമ്പോൾ cos 2 pi k into 1. സോ cos 2 pi n minus 3 by 7 plus cos ഇവിടെ k ക്ക് 2 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? cos 4 pi by 7 into n minus 3. സോ h of n ന്റെ വാല്യൂ കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? എല്ലാ കോഎഫിഷ്യൻസും കണ്ടുപിടിക്കണം. മൊത്തം 7 കോഎഫിഷ്യൻസ് 0 to 6 വരെ കണ്ടുപിടിക്കണം. h of 0 തൊട്ട് h of 6 വരെ കണ്ടുപിടിക്കണം. പക്ഷേ സെൻട്രൽ സിമെട്രി എത്രയാണ്? 3 ലാണ്. സോ h of 0 to എവിടെ വരെ കണ്ടുപിടിച്ചാൽ മതി? h of 3 വരെ കണ്ടുപിടിച്ചാൽ മതി. സോ n-ന് 0 to 3 വരെയുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പൊ 0 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അങ്ങനെ വാല്യൂസ് കണ്ടുപിടിക്കുക. ഇനി നമുക്കറിയാം h of 0യും എന്ത് സെയിം ആയിരിക്കും? h of 6 സെയിം ആയിരിക്കും, h of 1 5 സെയിം ആയിരിക്കും, 2 4 സെയിം ആയിരിക്കും, 3 ഉണ്ട്. സോ മൊത്തം മൊത്തം ഫിൽട്ടർ കോഎഫിഷ്യൻസ് 7 ഫിൽട്ടർ കോഎഫിഷ്യൻസ് h of 0 തൊട്ട് h of 6 വരെ.